കോഴിക്കോട് വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രൊമേരി സ്വദേശി ഷിജിലിനെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. 2024 ഫെബ്രുവരി 17-നാണ് 9 വയസ്സുകാരി ദൃശാനയും മുത്തശ്ശിയും റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ചത്. അപകടത്തിൽ ദൃശാനയുടെ മുത്തശ്ശി മരിച്ചിരുന്നു. അപകടത്തിന് പിന്നാലെ പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു. ദൃശ്യ പുതിയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യ, ഈ അപകടം നടന്നിട്ട് ഒരു വർഷത്തോടടുക്കുകയാണ്. അപകടം നടന്ന ദൃശാന ഇപ്പോഴും ചലനമറ്റ് കിടക്കുകയാണ്. പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത ആശ്വാസകരമാണ്. ദൃശ്യ ഇപ്പോൾ കുടുംബത്തിന്റെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം? അനീഷ, ഒരു വർഷം ഈ ഫെബ്രുവരി 17 വരുമ്പോൾ 17-ന് ഒരു വർഷമാണ് ഈ അപകടം നടന്നിട്ടുണ്ടാവുന്നത്. ഇവർക്ക് ഈ ദൃശാനയുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ട്. ദൃശാനയുടെ വീട്ടിലാണ് ഞാനുള്ളത്. ദൃശാനയുടെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ചേച്ചി, ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം പ്രതിയെ കോയമ്പത്തൂരിൽ വെച്ച് ഇന്ന് പിടിച്ചിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ അപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ്. ഇത്രയും ഒരു കൊല്ലത്തിന്റെ മേലെ എന്റെ മോളിവിടെ കിടക്കുന്നത്. ഇത്രയും ക്രിമിനൽ ബുദ്ധിയുള്ള അയാള് ഇത്രയും ചെയ്ത് എന്റെ മോളെ ഈ അവസ്ഥയിലാക്കി എന്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെടുത്തി. അയാൾ സുഖമായിട്ട് അയാൾ ഗൾഫിൽ കിടന്നു. അയാളെ മക്കൾക്ക് ഏതോ മോക്കോ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെയാണോ ചെയ്യുക? ഒരാൾക്കും ഇങ്ങനത്തെ ഒരു വിധി വരാൻ പാടില്ല. വാഹനാപകടങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷെ അത് കണ്ടും കൊണ്ട് അത് നിർത്താണ്ട് പോവാന്ന് വെച്ചാല് പൂച്ചയോ നായെന്നല്ലല്ലോ ഒരു റോഡും വലി കിടക്കുന്നത്. അയാൾ അന്ന് നിർത്തിയിട്ട് എന്റെ അമ്മ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അയാൾക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ? നിങ്ങൾ തുടർ ചികിത്സകൾ എങ്ങനെയാണ്? ചികിത്സകൾ എന്നും ചെയ്യണമെന്നാ പറയുന്നത്. മോക്കിന് ഫിസിയോ ആണ് വേണ്ടത്. എന്നുവെച്ചാല് ഇത് കാണുന്നില്ല, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല ഉള്ള അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. പനി, ഇടക്കിടക്ക് പനി വരും, ഈ അവസ്മാരം വരും, അതെല്ലാം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇതുവരെ ജനിച്ചിട്ട് ഇത്രയും 10 വയസ്സ് കഴിയാനായി നോക്ക്. ആ 10 വയസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ അവസ്മാരങ്ങളും പനിയല്ല. അപ്പൊ എല്ലാം ബ്രെയിനിന്റെ പ്രശ്നം കൊണ്ട് തലക്കടി ഏറ്റതാന്ന് പറയുന്നത്. അത് ഫിസിയോയിൽ കൂടിയാൽ മാറും, സമയം എടുക്കും എന്നെല്ലാരും പറയുന്നു. പക്ഷെ ചികിത്സ എന്ന് വെച്ചാൽ പ്രൈവറ്റിൽ എന്ന് വെച്ചാൽ വലിയ ലക്ഷങ്ങൾ അവർ ഓരോരുത്തർ പറയുന്നത്. ഗവൺമെന്റ് ആസ്പത്രിയിൽ ഒരു നേരം വലിയ ഫിസിയോളജി, പക്ഷെ അത് പറ്റൂല. 4 നേരം വെച്ചിട്ട് ഇപ്പം നമ്മൾ ഹിൻമാൻസിലെല്ലാം പോയിട്ട് ഇവിടെ ഡീറ്റെയിൽ എല്ലാം എടുത്ത് പോരാണെന്ന് അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ 4 നേരം ചെയ്യണമെങ്കിൽ പ്രൈവറ്റിലേ നടക്കും. അപ്പൊ നമ്മൾ വൈക്കത്ത് ഒരു പിന്നെ ന്യൂറോന്റെ ഫിസിയോന്റെ മാത്രമല്ല അവിടെ പോകണമെന്നാണ്. പക്ഷെ അടിയും പൈസ തന്നെയാണ്. പക്ഷെ പൈസ നോക്കിയിട്ട് കാര്യം എന്റെ മോള് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് ധനസഹായവും എല്ലാവരും നിന്നൊരു ധനസഹായം കിട്ടുകയാണ് എന്റെ മോളിന് ബെറ്ററാവും. അല്ല, സാമ്പത്തിക ശേഷി ഇപ്പം നമുക്കില്ല. കൂലിപ്പണിക്ക് പോകുന്ന ഭർത്താവ്, അല്ലാണ്ട് എന്ത് വിറ്റ് പെറുക്കിയാലും ഇത്രയും വലിയ പൈസയെല്ലാം കൊടുത്ത് ചികിത്സിക്കാനുള്ള ഇതില്ല. ഇപ്പം ചാനലിലെല്ലാം കൊടുത്തിട്ട് കുറച്ച് പൈസ മോളെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതെന്തായാലും മതിയാവൂല. ഇത് എത്രയോ മാസം വരെ എത്രയോ ചികിത്സ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പം വർഷങ്ങളാവും. എങ്ങനെയാ മോള് നോർമലായി വരിക? ചെറിയ മോളായോണ്ട് എന്തായാലും ശരിയാവും എല്ലാരും പറഞ്ഞത്. എല്ലാരും പ്രതീക്ഷ തന്നിന് എന്തായാലും ബെറ്ററാവും. ഇത്രത്തോളം ഓളായില്ല, അതുകൊണ്ടാവും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് അതിനുള്ള ധനസഹായം ഗവൺമെന്റിൽ നിന്നും കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്റെ മോളെ ജീവിതത്തിലേക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ കോയമ്പത്തൂരിൽ വെച്ചാണ് ഇന്ന് പ്രതിയെ പിടികൂടിയത്. ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് നാട്ടിൽ കോയമ്പത്തൂരിൽ എത്തിയത് തന്നെ. ഈ പോലീസിന്റെ പിടിയിലാവില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പ്രതിക്ക്. അത് തന്നെയാണ് കോയമ്പത്തൂരിൽ വിമാനം ഇറങ്ങാൻ സാധ്യതയെന്നാണ് നമ്മൾ പോലീസിൽ നിന്ന് വിവരം അറിഞ്ഞത്. ഈ ദൃശാനയുടെ അമ്മാവൻ നമ്മുടെ ഇന്ന് പ്രതി ഒരു വർഷത്തിന് ശേഷം പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള നടക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ട് വേണം നമുക്ക് കേസിന്റെ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലുക്കൌട്ട് നോട്ടീസ് കൊടുത്ത് ഇതിന്ന് വാർഷികം ഇതെല്ലാം വിചാരിച്ചിരുന്നത്. അപ്പം ഇന്നലെ ഞാൻ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നടപടി എടുക്കും, നമ്മൾ കേസ് കോടതിയിലേക്ക് ഫയൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവർ പോലീസുകാരെന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കേസിന്റെ കാര്യമായിട്ട് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പുറത്തേക്കെല്ലാം കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഈ കേസിന്റെ കാര്യങ്ങൾ നടത്താലേ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം
പോലീസുകാരും വക്കീലും ഒക്കെ പറയുന്നത് അത് ചെയ്ത് ഇത് കണ്ടിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ബാക്കി നടപടി പോലീസും നമ്മൾ ഈ ഫോട്ടോ ദൃശ്യമുണ്ടായിരുന്ന ദൃശ്യാനയുടെ അമ്മൂമ്മമാർ അപകടത്തിൽ പെട്ട് തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. ശേഷമാണ് ദൃശ്യാന ഇപ്പോൾ ഒരു വടകരയിൽ കാറടിച്ച് 9 വയസ്സുകാരി കോമയിലായ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. കുടുംബത്തിന്റെ വൈകാരികമായ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ദൃശ്യ പുതിയിടത്താണ് വിവരങ്ങൾ നൽകിയത്.